തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റോപ്പ് ക്ലൈംബിംഗ് നടത്തുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കഴിഞ്ഞ ദിവസം നാഷണൽ സ്പോർട്സ് ഡേയുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് റോപ്പ് ക്ലൈംബിങ്ങിൽ കളക്ടർ ഒരു കൈ നോക്കിയത്. അത് വൻ വിജയമായിരുന്നു എന്നുള്ളത് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. നമ്മോടൊപ്പം കളക്ടറുണ്ട്. എന്താണ് ആ ഒറ്റ ടേക്കിൽ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്? താങ്കൾ ബേസിക്കലി ഒരു അത്ലറ്റാണോ? ഞാൻ ഫിറ്റ്നസ് ആക്ടിവിറ്റീസ്, സ്പോർട്സ് അതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നലെ അത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അത് കണ്ടതും ചെയ്തതും. അപ്പോൾ നാഷണൽ സ്പോർട്സ് ഡേയുടെ ഭാഗമായിട്ട് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു സൈക്ലിംഗ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തെക്കേ ഗോപുരം അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സായി സെൻറ്ററിൽ അവസാനിക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പം സായി സെൻറ്ററിൽ അവരുടെ പ്രാക്ടീസിനായിട്ട് ഒരു റൂപ്പ് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതുവഴി പോയപ്പോഴത്തേക്ക് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒന്ന് അറ്റംപ്റ്റ് നോക്കിയതായിരുന്നു. നല്ലതായിരുന്നു. വണ്ണം കൂടിയ റോപ്പായിരുന്നു, എളുപ്പമല്ല അത് ചെയ്യാൻ. അതെ, ദൂരെ നോക്കുമ്പോഴത്തേക്ക് മറ്റേ ചെറിയ സാധാ പിടിക്കുന്ന റോപ്പ് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നോക്കുമ്പോഴത്തേക്ക് വലിയ റോപ്പില്ല, നമ്മൾ വടംവലിക്കൊക്കെ ഉപയോഗിക്കുന്ന റോപ്പായിരുന്നു അത്. കുറച്ച് പിടിക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് പിടിക്കാൻ പറ്റില്ല. പക്ഷേ നല്ലതായിരുന്നു, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷേ കയറാനും പറ്റി, നല്ലതായിരുന്നു. അതിൽ ഓഡിയൻസൊക്കെ തന്നെ വളരെ കൈയടിച്ചുകൊണ്ടാണ് അത് കഴിഞ്ഞപ്പോൾ റിസീവ് ചെയ്തത്. അതിനൊരു റിയാക്ഷൻ എന്തായിരുന്നു എല്ലാവരും? അത് ആക്ച്വലി നമ്മൾ സൈക്ലിങ്ങിൽ എല്ലാവരും പങ്കെടുത്ത എല്ലാവരും തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ തന്നെ ഒരുപാട് ഈവൻറ്റ്സിൽ പങ്കെടുക്കാറുള്ളത് തന്നെയാണ്. അപ്പം അവരെല്ലാവരും കൂടെ ഒന്ന് കുറേ അറ്റംപ്റ്റ് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പോയത്. നല്ലൊരു പ്രോത്സാഹനമായിരുന്നു അവർ ചെയ്തത്. താങ്കൾ മുമ്പും ഈ മൗണ്ടനിയറിങ് പോലുള്ള കായിക ആക്ടിവിറ്റീസിലൊക്കെ തന്നെ ആക്റ്റീവ് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഇതുപോലത്തെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുകയും ചെയ്യും. എവിടെയൊക്കെ പ്രോത്സാഹിക്കാൻ പറ്റുമോ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. റണ്ണിങ് ആയാലും സൈക്ലിംഗ് ആയാലും മറ്റ് ഈവൻറ്റ്സ് ആയാലും. പിന്നെ മൗണ്ടനിയറിങ് അതുപോലത്തെ ഇത് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. കിളിമഞ്ചാരോ, എൽബ്രസ് അതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഹാൻഡ് സ്ട്രെങ്ത് കുറച്ച് ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അതുപോലത്തെ പിന്നെ വർക്കൗട്ട് അതുപോലത്തെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒരു ഹാഫ് ആൻ അവർ മിനിമം ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കാറുണ്ട്. അതൊന്ന് ശ്രമിക്കാറുണ്ട്. ഈ തിരക്കുകൾക്കിടയിലും ഇത്തരം ഫിസിക്കൽ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു സമയം കണ്ടെത്തുന്ന ഒരു പ്രകൃതമാണ്. അതെ, എല്ലാ ദിവസവും മിനിമം ഒരു അരമണിക്കൂർ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് മാറ്റി വെക്കണമെന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ ദിവസവും അത് ചെയ്യാറുണ്ട്. ഈ റോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് കേരളത്തിൽ സാർക്ക് അറിയാലോ, ഓണം സീസണാണ്. വടംവലി വളരെ ആക്റ്റീവാണ്. അപ്പോൾ കളക്ടറേറ്റിലെ ഓണാഘോഷത്തിലും മറ്റ് സ്ഥലങ്ങളിലെ ഓണാഘോഷത്തിലൊക്കെ വടംവലിയിൽ കളക്ടറെ കൂടി പ്രതീക്ഷിക്കാമോ? അതെ അതെ, നമ്മൾ നാളെയാണ് ഇവിടുത്തെ ഓണാഘോഷം. അപ്പോൾ വടംവലി എല്ലാ പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ അതിലും പങ്കെടുക്കണം. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓണാശംസകൾ. താങ്ക് യു. തൃശ്ശൂരിൽ നിന്ന് മനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് ഭക്ഷണം, മീഡിയ 1.